ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷ്യം പറയാൻ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിബി ബേബി ജോൺ. ഇത് എൻ്റെ ഭർത്താവ് ബേബി ജോൺ, മകൾ അൽദിയ ബേബി ജോൺ, മകൻ അൽഹിത് ബേബി ജോൺ. ഞാൻ എറണാകുളം ജില്ലയിലെ പറവൂർ പട്ടണം വ്യാകുലമാതാ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ചേച്ചിയിൽ നിന്നാണ്. 2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഒരു വർഷക്കാലം ഞാൻ ഉടമ്പടിയിൽ ഉഴപ്പി. അതിനുശേഷം 2024 ഞാൻ ഉടമ്പടി ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ 7ാമത്തെ ഉടമ്പടിയാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ കിട്ടിയ സാക്ഷ്യങ്ങൾ 4 സാക്ഷ്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വൈകുന്നേരം ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ഉടമ്പടി വസ്തുക്കളായ നേർച്ച ഉപ്പും തൈലവും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അതുവഴിയായിട്ട് ഞങ്ങൾക്ക് ശ്വാസമുട്ട് എനിക്കും എൻ്റെ ഭർത്താവിനും ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിരുന്നാണ്, ഞങ്ങൾ ഹെയിലർ ഉപയോഗിച്ചിരുന്നാണ്, എന്നിട്ടൊന്നും മാറിയില്ല. ഞാൻ ഈ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഇത് മാറ്റി തന്നെ ഒന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടായി. അതിൻ്റെ ഫലമായി ഞങ്ങൾ സ്ഥിരം ഉപ്പും തൈലവും ഞങ്ങൾ കഴിക്കുമായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് അത് നേടിത്തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ 2 വർഷക്കാലമായിട്ട് ശ്വാസം മുട്ടലോ അല്ല വേറെ അസ്വസ്ഥതകളോ ഒന്നുമില്ല. 30 വർഷമായി എനിക്ക് അസിഡിറ്റി എന്ന് പറയുന്ന രോഗം ഉണ്ടായിരുന്നു. അതും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് മാറ്റിത്തന്ന്. അതിന് ഞാൻ ഈശോയോടും അമ്മയോടും കോടാനുകോടി നന്ദി പറയുന്നു. ഇത് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 10 വർഷത്തിൻ്റെ സാമ്പത്തിക ബാധ ഉണ്ടായിരുന്നു. 3 വർഷക്കാലമായി ഞാൻ ഈ സാമ്പത്തിക ബാധ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു. പല ബാങ്കുകളിലും ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ ബാങ്കുകളിൽ നിന്നും ഞങ്ങൾക്ക് സിവിൽ സ്കോർ കുറവായതിനാൽ ഒഴിവാക്കി വിടുകയായിരുന്നു. ഈ 7ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാനതിൽ വെച്ചൊരു നിയോഗമായിരുന്നു, പരിശുദ്ധമ്മയോട് ഈ ബാധ്യതകളെല്ലാം നീ എനിക്ക് തീർത്തു തരണം, ഞാനിവിടെ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം സാക്ഷ്യം പറയാമെന്ന് ഞാനിവിടെ നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ ഏറ്റവും പലിശ കുറവുള്ള ബാങ്കിൽ നിന്ന് തന്നെ എനിക്ക് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്, അതെനിക്ക് അമ്മ നടത്തി തന്നു. ഞാൻ ഉപയോഗിച്ചിരുന്നു പറഞ്ഞാൽ ഉടമ്പടി ഉപ്പ് ബാങ്കിൽ പോയപ്പോൾ ഇട്ടിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ലോൺ ശരിയാക്കി തരുന്ന ആ മകൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് അതും സാധിച്ചു തന്നു. അതിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഇൻഷുറൻസ് തീർന്നു കിടക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇൻഷുറൻസ് വഴിയാണ് ഞങ്ങൾ മരുന്നുകളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഡിസംബർ 30-ക്കുള്ളിൽ ഇൻഷുറൻസ് ഞങ്ങൾക്ക് തിരികെ കിട്ടണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അതും എൻ്റെ 7ാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന കാര്യമാണ്. ഡിസംബർ 30 തന്നെ ഇൻഷുറൻസ് ഞങ്ങൾക്ക് 2ാമത് ശരിയായി തരികയും മരുന്നുകളൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അതിന് ഞാൻ അമ്മയോടും ഈശോയോടും 1000 നന്ദി സമർപ്പിക്കുന്നു. ഇനി 2 സാക്ഷ്യങ്ങൾ പറയാനുള്ളത് എൻ്റെ ഭർത്താവിനും എൻ്റെ മകനുമാണ്. ഞാൻ മൈക്ക് അവർക്ക് കൈമാറുന്നു. ഭർത്താവ്. പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബേബി ജോൺ. എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ കയറിയ സമയത്ത് എനിക്ക് ശമ്പളം തീരെ കുറവായിരുന്നു. ഒരു 3-4 കൊല്ലത്തോളം ഞാൻ കുറഞ്ഞ ശമ്പളത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മകൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുകയും അവിടുത്തെ സൂപ്പർവൈസർ മുഖേന എനിക്ക് വേറൊരു കമ്പനിയിൽ സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് നിയമനം കിട്ടുകയും ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എനിക്ക് ശമ്പളം കൂട്ടി കിട്ടുകയും ചെയ്തു. ഇത് എൻ്റെ കഴിവോ ഞങ്ങളുടെ ഇതിൻ്റെ കഴിവോ ഒന്നുമല്ല. അമ്മയോട് നിരന്തരമായിട്ട് എൻ്റെ വൈഫ് പ്രാർത്ഥിക്കുമായിരുന്നു, ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടണമെന്നും അതിൻ്റെ ഫലമായി ഞങ്ങളോടും സാക്ഷ്യം പറയാമെന്നും വൈഫ് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നോടും പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാനും മക്കളും എല്ലാവരും കുടുംബ പ്രാർത്ഥന സമയത്തും ഒക്കെ അമ്മയുടെ സാന്നിധ്യത്തിൽ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ജോലി. അതിന് അമ്മയോടും ഈശോയോടും ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അൽഹിത്. ഞാൻ പട്ടണത്തു നിന്ന് വരുന്നു. എനിക്കിവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗാണ് പഠിക്കുന്നത്. ലോൺ ശരിയാവില്ല എന്ന് ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞു, ഫസ്റ്റ് ആ കോളേജിന് INC ഇല്ല എന്നാണ്
ബാങ്കിൽ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞത്. ഇത് കേട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഞാൻ അതേപോലെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ആദ്യം എനിക്കും അധികം ഒരു വിശ്വാസമായിട്ട് തോന്നിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്താൽ 2023 മാർച്ച് 5-ാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കണത്. അത് കുറച്ച് കാലം ഞാൻ നല്ല ഇതിൽ അങ്ങ് ചെയ്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതങ്ങനെ വർക്കൊന്നും ആവണില്ല. ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ ഇതൊക്കെ ഒരു ഇതായിരിക്കാം. പക്ഷേ ഈ കാര്യത്തിൽ ബാങ്കിൽ ഞാൻ ചെന്നതിനപ്പോൾ എന്നോട് മാനേജർ പറഞ്ഞ് ഈ കോളേജിന് ലോൺ തരാൻ പറ്റില്ല, INC നോക്കുമ്പോൾ ഈ കോളേജിന് INC ഇല്ലെന്നാണ് പറയണതെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് കാശ് രൂപമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ ബാങ്ക് മാനേജറിനെ കാണാൻ വീണ്ടും ചെന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ബാങ്ക് മാനേജർ മാറിയിരിക്കുന്നു. വേറൊരു മാനേജറാണ് എന്നവിടെ വന്നിട്ട് പുതിയതായി ഒരു മാനേജർ വന്നു. ആ മാനേജറിനോട് ഞാനും അപ്പനുമുണ്ട്, ഞങ്ങൾ ചെന്നതിനിപ്പോൾ ഇത് കൊടുത്തപ്പോൾ പറഞ്ഞു ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും, ഇത് ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന്. അപ്പോഴും എനിക്കൊരു ഇതായിട്ടില്ല. അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ആ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമെന്ന് പറയട്ടെ, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ INC റെഡി ആയിട്ടുണ്ട്, ലോണിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോ, അപ്ലൈ ചെയ്തോ, ലോൺ ശരിയാവും, വേറെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. മാതാവിൻ്റെ 1000 മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. കാര്യത്തിൽ ഇപ്പം ഞാൻ 3ാമത്തെ ഇയറാണ്. ബാങ്കിലോ ലോണിലോ ഒരു കുഴപ്പമില്ലാതെ തടസ്സമില്ലാതെ നല്ല ഇതിന് പോകുന്നു. മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് പ്രേക്ഷിത പ്രവർത്തകർ പറയുകയാണെങ്കിൽ ഞാനിവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച് ഞങ്ങൾ കുടുംബസമേതം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കൂടുതലും അക്രൈസ്തവരുടെ മേഖലയിലാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. പിന്നെ ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി പറഞ്ഞ് 2-3 പേര് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്ത് 2 പേര് ജർമ്മനിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അത് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല, അവരില്ലാത്തതുകൊണ്ട് സാക്ഷ്യം പറയണില്ല. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ പുത്തൻവേലിക്കര അസീസി എന്ന് പറയുന്ന മെൻ്റൽ ഡിസോർഡർ ആയിട്ടുള്ള അമ്മമാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ചെന്ന് അവരെ കുളിപ്പിക്കുകയും നഖം വെട്ടിക്കൊടുക്കുകയും പിന്നെ മുടിയൊക്കെ ഇരിയൊക്കെ കൊടുക്കുകയും ചെയ്യും. എല്ലാം ആഴ്ചയിൽ ഞാൻ പോകാറുണ്ട്. പിന്നെ ബൈബിൾ ഞാൻ വായിക്കാറുണ്ട്. പിന്നെ എല്ലാം ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ ക്രിസ്ത്യാനി എന്നുള്ളൊരു പേര് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരിക്കൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. പള്ളിയിൽ പോകുക എന്തിന് ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോൾ ഈ ഉടമ്പടിയിലോട്ട് വന്നതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് ഞങ്ങൾ കുടുംബസമേതം ഞാനും എൻ്റെ ഭർത്താവും മക്കളും കൂടി ജപമാല ചെല്ലാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും 5:30 ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല, ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട് എല്ലാ ദിവസവും. പിന്നെ കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ കുർബാന സ്വീകരിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾ. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഈ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് പോകാനായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് ഈശോയോടും അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിനും വേണ്ടി. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തെ നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 വചനമാണ്. ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ബന്ധമാണ്. വിശ്വാസവും കൃതജ്ഞതയും നിറഞ്ഞ ഒരു ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയാനും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ തങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയും ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അനുഭവിച്ച അനുഗ്രഹങ്ങൾ സ്തുതിയായി മാറ്റുകയുമാകുമ്പോഴാണ് ഒരു യഥാർത്ഥ ഉടമ്പടി സാക്ഷിയായി മാറുന്നത്. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു വരുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ജിബിയും കുടുംബവും നമ്മളോട് ഷെയർ ചെയ്തത്. ഇത് 7ാമത്തെ പുതുക്കലാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. ഈ മകൾ മാത്രമല്ല, മകനും മകളും 16 വയസ്സ് കഴിഞ്ഞപ്പോഴേ അവർ ഉടമ്പടിയിലായി. മക്കളെപ്പറ്റി യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കൽ
കുടുംബം മുഴുവനും ഈ ഉടമ്പടിയിലായതിൽ പിന്നെ മക്കൾ അവരുടേതായ രീതിയിൽ ഈശോയും അമ്മയും അവരെ മുന്നോട്ട് കൈപിടിച്ച് നയിക്കുന്നു. അങ്ങനെ ഈ 4 പേരും ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന ഒരു ഈശോയും അമ്മയെയും പറ്റിയാണ് നാം ഇവിടെ കേട്ടത്. അതായത് 25 വർഷം പഴക്കമുണ്ടായിരുന്ന ശ്വാസമുട്ടലായിരുന്നു ഈ മകനുണ്ടായിരുന്നത്. പിന്നെ വൈഫിന് അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് 30 വർഷത്തോളം. പിന്നെ 21 വർഷം ഉണ്ടായിരുന്ന ശ്വാസമുട്ടലുണ്ടായിരുന്നു ഈ വൈഫിന് തന്നെ. ഇതെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഇടപെട്ട് ഇവരുടപടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും വർഷങ്ങളായിരുന്ന ഈ രോഗങ്ങളാണ് പരിശുദ്ധ അമ്മ പല മരുന്നുകൾ കഴിച്ചെങ്കിലും ട്രീറ്റ്മെൻ്റ് എല്ലാം വളരെ ഷോർട്ടായിരുന്നു, ടെമ്പററി റിലീഫായിരുന്നു. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്ത് പിന്നെ ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറിയെന്നാണ് ഈ മക്കൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി അമ്മ, കൃപാസനം അമ്മ. ആ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മക്കൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീടുണ്ടായിരുന്ന കടബാധ്യതയായിരുന്നു 10 ലക്ഷം രൂപയോളം 6 വർഷമായി കിടന്ന കടബാധ്യതയാണ്. ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ഇവർക്ക് സിവിൽ സ്കോറില്ല, ലോൺ കിട്ടാനായിട്ട് യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേങ്കിൽ ഉടമ്പടി മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഉടമ്പടിയിൽ നിയോഗമായിട്ട് സമർപ്പിക്കുന്നത് അസാധ്യമായ കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ മക്കൾ അസാധ്യമായ കാര്യമാണ്. ഈ ലോൺ കിട്ടാനായിട്ട് യാതൊരു പ്രതീക്ഷയുമില്ല, ഒരു വഴിയുമില്ലാത്ത ഒരു കാര്യമാണ് നിയോഗമായി സമർപ്പിച്ചത്. അവിടെയും പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. ഈ മക്കൾക്ക് അസാധ്യമായി സാധ്യമാക്കി തരുന്ന ഒരു ബാങ്ക് കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് അവർക്ക് ആ ലോൺ കിട്ടുകയും പെട്ടെന്ന് തന്നെ അവിടെ കടബാധ്യത ക്ലിയറാക്കാൻ സാധിക്കുകയും ചെയ്തത്. 6 വർഷമുണ്ടായിരുന്നു. 6 വർഷം എന്തുകൊണ്ട് നടന്നില്ല? ഇതാണ് ഉടമ്പടി. ഉടമ്പടിയിൽ വന്നതിന് ശേഷം 10 ലക്ഷത്തോളം കടബാധ്യത, 6 വർഷത്തോളം അങ്ങനെ കടബാധ്യത തയ്ക്കാനാവാതെ നികക്കാനാവാതെ നിന്നിരുന്ന ഒരു കടബാധ്യതയായിരുന്നു. അത് ഉടമ്പടി എടുത്തതിന് ശേഷം അത് സാധ്യമാക്കിയെങ്കിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപ തന്നെയാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ്, ഹെൽത്ത് ഇൻഷുറൻസിന്. അതിനുവേണ്ടിയും ഈ മക്കൾ പ്രാർത്ഥിച്ചു. കാരണം ഡേറ്റ് കഴിഞ്ഞു, വേറൊരു വഴിയുമില്ല. പെട്ടെന്നാണ് ആ ഇൻഷുറൻസും റെഡിയാവുകയും ഈ മകൾ ഡിസംബർ 30 എന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ്. പരിശുദ്ധ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ അമ്മയോടാണ് ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ആ ഡേറ്റ് അനുസരിച്ച് തന്നെയാണ് ഈ മകൾക്ക് ഇൻഷുറൻസ് കിട്ടുകയും മകൻ്റെ എഡ്യൂക്കേഷൻ ലോണും അതുപോലെ തന്നെ INC കോഡ് ഇല്ലായിരുന്നു, അത് കിട്ടില്ല എന്ന് പറഞ്ഞു. മകനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മകനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, പക്ഷെങ്കിൽ കിട്ടിയില്ല. പിന്നീട് കൂടുതൽ തീക്ഷ്ണതയോടെയാണ് ഇവർ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വീണ്ടും ഈ മകന് ബാങ്കിൽ പോയപ്പോൾ മാനേജർ മാറി, വേറൊരു മാനേജറായി. പിന്നെ ലോൺ പാസ്സാകിയായിരുന്നു. ഇതെങ്ങനെ സാധിക്കും? പലരും നമ്മൾ പല കാര്യങ്ങൾക്കും പോകും, പക്ഷെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇതൊക്കെ സാധ്യമാക്കി കൊടുക്കുന്നത് മാതാവിൻ്റെ ഈശോയുടെ ഒരു ഇടപെടൽ മാത്രമാണ്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും ഈ മകൻ പറഞ്ഞത്, പിന്നീട് ഞാൻ പോയപ്പോൾ 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് പോയതിന് ശേഷമാണ് അവിടെ ചെന്നപ്പോൾ പുതിയൊരു മാനേജർ ആയിരിക്കുകയും പെട്ടെന്ന് ഇവരുടെ കാര്യങ്ങൾ ഫോർവേഡ് ആക്കുകയുമായിരുന്നു. ഇതാണ് വീണ്ടും നമ്മൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാൻ പറ്റുന്നത്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരമ്മയാണ്. കാനായിലെ കല്യാണത്തിൽ ചെയ്ത പോലെ തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെയും അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മയാണ് കൂടെ ഉള്ളത്. ആ അമ്മയുടെ ഇടപെടലിൽ കൂടിയാണ് ഈ മക്കൾക്ക്, ഈ മകന് പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ ലോൺ പാസ്സായത്. പിന്നീട് ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ ജോലിയായിരുന്നു. അതും ഒരു നല്ലൊരു ഇൻക്രീസ് സാലറി വേണമെന്നായിരുന്നു ആഗ്രഹം. സാലറി അതുപോലെ തന്നെ ഈ മക്കൾ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചത്. അതും 3 ഇരട്ടിയായിട്ട് നല്ല സാലറിയിൽ ഈ ഹസ്ബൻഡിന് നല്ല ജോലി കിട്ടി. എന്നിട്ട് ഈ ഹസ്ബൻഡ് പറഞ്ഞവിടെ സാക്ഷ്യപ്പെടുത്തി, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്. എനിക്ക് എൻ്റെ മെറിറ്റൊന്നുമില്ല ഈ ജോലി കിട്ടാനും ഈ സാലറി കിട്ടാനും. ഇത് കിട്ടിയെങ്കിൽ അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയതുപോലെ തന്നെ ഉടമ്പടി ജീവിതം നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കിയാണ്. ഉടമ്പടി ഒരു വ്യക്തിയെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കിയാണ്. ഈ മകൾ പറഞ്ഞ പോലെ ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു, പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയതെന്നാണ്. കാരണം കുർബാനയ്ക്ക് കൂടുവാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയൊരു തീഷ്ണതയും വലിയൊരു അനുഗ്രഹവും ലഭിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം
കുടുംബത്തിലാകെ നല്ലൊരു മാറ്റവും നല്ലൊരു സന്തോഷവും സമാധാനവും ലഭിച്ചെന്നാണ് ഈ മകൾ ഇവിടെ ഷെയർ ചെയ്തത്. ജപമാലയും പത്രവും എല്ലാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നീട് പറഞ്ഞത് അക്രൈസ്തവർക്ക് പേപ്പർ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ സന്തോഷം, കൂടുതൽ അക്രൈസ്തവരായ മക്കൾ സന്തോഷത്തോടെ പത്രം സ്വീകരിക്കുന്ന ആ സന്തോഷം എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ പത്രം നമ്മളെല്ലാവർക്കും കൊടുക്കേണ്ടതാണ്. ആരെന്നൊന്നും നോക്കില്ല. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമാണ് നമ്മൾ പത്രം കൊടുക്കുന്നത്. അതുകൊണ്ട് പത്രപ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം നാം എല്ലാവർക്കും വേണ്ടി ചെയ്യേണ്ടതാണ്. അതാണ് ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഉടമ്പടിയിൽ കൂടെ നമ്മൾ കൂടുതൽ നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങളാണ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് മെറിറ്റില്ലാത്ത അവസ്ഥയിൽ മെറിറ്റ് തരുന്ന അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, നമ്മുടെ കൂടെ നിന്ന് എല്ലാം സമയത്തിന് നടത്തി തരുന്ന അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹങ്ങളാണ് നമ്മൾ സാക്ഷ്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് നമുക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാതെ സ്തുതിയോടെ എല്ലായ്പ്പോഴും ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിബിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.